പാലക്കാടിന്റെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ, കേരളത്തിലെ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഫെസ്റ്റിവലിൽ ഒന്ന്. നമ്മളിപ്പോൾ പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. എല്ലാ വർഷവും ഒരിക്കൽ മാത്രം ഈ ഒരു പാലക്കാടിലെ അഗ്രഹാരങ്ങൾ ഒരു വലിയ ആഘോഷ ലോകമായി മാറും. വഴികളൊക്കെ ഒരുപാട് നിറപ്പകിട്ടുള്ള അലങ്കാരങ്ങളും ചുറ്റും താളം കൊട്ടുന്ന നാദസ്വരവും താളമേളവും കൂടെ ഒരുപാട് ആളുകളുടെ ആവേശവും. നമ്മളിന്ന് പോകുന്നത് കൽപ്പാത്തി രഥോത്സവം കാണാനാണ്. അപ്പം ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രഥോത്സവം നടക്കുന്ന ദിവസം രാവിലെ ഒരു 9:30 കൂടി നമ്മൾ കൽപ്പാത്തിയിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അഗ്രഹാരത്തിൻ്റെ അടുത്തേക്ക്, രഥോത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. വണ്ടികളൊന്നും തന്നെ അകത്തേക്ക് കടത്തി വിടത്തില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് രാവിലെ തന്നെ അവർ ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴിക്ക് ഉത്സവം ആയതുകൊണ്ട് തന്നെ, അതും രഥോത്സവമാണല്ലോ, അത്ര വലിയൊരു ഉത്സവം ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ഒരുപാട് കച്ചവടക്കാർ, ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. കുട്ടികളാണല്ലോ ഈ ഉത്സവമൊക്കെ വരുമ്പോൾ ഒരുപാട് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമുക്ക് ഈ സൈഡിലെ കടകളിൽ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് സ്വീറ്റ്സ്, ഹൽവ, പൊരി, അങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ കുപ്പിവളകളുടെ ഒരു വലിയ ശേഖരം, പിന്നെ പൊട്ട്, കമ്മൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഭയങ്കര വലിയ റേറ്റ് ഒന്നും അവർ പറയുന്നില്ല. എല്ലാത്തിനും ഒരു 100-150 ആണ്. നമ്മൾ ഏതൊരു സാധനം എടുത്താലും, ഇപ്പോൾ വീട്ടിൽ നമ്മൾ പുകയിടുന്ന സാധനമില്ലേ, അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ 100 രൂപ. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും 100-150 സാധാരണ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഇപ്പം നമ്മൾ കാണുന്നത് മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. അതായത് കീ ചെയിൻ, വീട്ടിലും കാറിലും ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഡെക്കോ പീസുകൾ. ഇതെല്ലാം തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പല പല കളറിലാണ് ഇവർ ഇതിനകത്ത് ഇങ്ങനെ ഒരു നൂലുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും വരുന്നത് 100-150 to 200 ആണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ചെണ്ട, മൃദംഗം, ഇടയ്ക്ക, നെറ്റിപ്പട്ടം എന്നിവയൊക്കെയാണ്. ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ബോളുകളാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ചേട്ടൻ അതിങ്ങനെ ആ റബ്ബറിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ബൗൺസ് ചെയ്ത് കാണിക്കുകയാണ്. ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പത്തിലുള്ളതും പിന്നെ അതിന് താഴെയുള്ള സൈസിലുള്ളതും ഉണ്ട്. അതും പല കളറിലുള്ളതുണ്ട്. കുട്ടികളെ മാത്രം അട്രാക്ട് ചെയ്യുന്നതല്ല, മുതിർന്നവർ അട്രാക്ട് ചെയ്യുന്ന ഐറ്റംസും ഉണ്ട്. ഒരുപാട് പാത്രങ്ങളുണ്ട്, മൺകലം, മൺചട്ടി, അതെല്ലാം നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. പിന്നെ ഉള്ളത് കല്ലുകൊണ്ടുള്ള പാത്രങ്ങളാണ്. പിന്നെ അമ്മിക്കല്ല്, അരകല്ല്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ കല്ലുകൊണ്ടുള്ള പാത്രങ്ങൾക്ക് അത്യാവശ്യം വിലയുണ്ട്. നമ്മളൊരു ഒത്തിരി വലിപ്പമുള്ളൊരു പാത്രത്തിൻ്റെ വില ചോദിച്ചപ്പോൾ 2500 ആണ്. അതേ റേറ്റ് തന്നെയാണ് നമ്മൾ ഓൺലൈനിൽ കണ്ടത്. പക്ഷേ ഇതിന് രണ്ടിനും ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു പ്രോസസ്സും ചെയ്യേണ്ടതില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് അതിനെങ്ങനെ മയക്കി എടുക്കില്ലേ, നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാക്കി എടുക്കേണ്ടത്, അതുപോലെ ആക്കി എടുക്കേണ്ട പാത്രങ്ങളാണ്. പക്ഷേ റേറ്റ് ഏകദേശം ഓൺലൈനുമായിട്ട് മാച്ചിങ് ആണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു പറമ്പിൽ ഒരു ആനയെ നിർത്തിയിരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ വരുമ്പം ആനയും കൂടെ കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ നേരെ ആനയുടെ അടുത്തേക്ക് വന്നു. ഈ ആനയെ നിർത്തിയിരിക്കുന്നത് ഈ രഥം വലിക്കുമ്പോൾ, രഥത്തിന് ഭയങ്കര വെയിറ്റ് ആണല്ലോ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഭക്തർ വലിക്കുമ്പോൾ ഈ ആന പുഷ് ചെയ്ത് കൊടുക്കും രഥം. ഞാൻ അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആനേനെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഇവിടെ ഒരു ശിവലിംഗം ചെറിയൊരു മണ്ഡപത്തിൽ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു റൂമുണ്ട്. അവിടെ കുറച്ച് ചിത്ര പ്രദർശനങ്ങളുണ്ട്. ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്ര പ്രദർശനങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊഴുവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തൊഴുന്നവരും ഉണ്ട്. ജസ്റ്റ് ഇത് കണ്ടിട്ട് പിന്നെ നമ്മൾ മുന്നിലേക്ക് നടന്നു. നമ്മൾ ഈ വഴിയിലൂടെ നടന്ന് പകുതി എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് രഥം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങ് ദൂരെ നിന്ന് തന്നെ കാണാം. ഭയങ്കര ഹൈറ്റിൽ ഭയങ്കര അടിപൊളി തോരണങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചേക്കുന്ന കാണാം. ഭയങ്കര തിരക്കാണ്. രാവിലെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. വൈകുന്നേരമാണ് ശരിക്കുമുള്ള പരിപാടികളൊക്കെ ഉള്ളത്. രഥം വലിക്കുന്നതൊക്കെ വൈകുന്നേരമാണ്. പക്ഷേ രാവിലെ മുതലേ ആൾക്കാർ വന്നിരിക്കുകയാണ്. നമുക്ക് ശരിക്കും ഒന്ന് നല്ലോണം നടക്കാൻ പോലും പറ്റത്തില്ല. കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രഥത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഒരു രഥമാണ് ആദ്യമായിട്ട് കാണുന്നത്. കൽപ്പാത്തിയിൽ ശരിക്കും 4 ക്ഷേത്രങ്ങളുണ്ട്. അതിനകത്ത് രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രം ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് പരമശിവനും ശ്രീ പാർവതിയുമാണ്. പിന്നെ ഇതുകൂടാതെ 3 ക്ഷേത്രങ്ങളുമുണ്ട്. ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളും കൂടെ ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വർഷവും 10 ദിവസമാണ് രഥോത്സവം നടത്തുന്നത്. അത് നവംബർ മാസത്തിലാണ് ഉണ്ടാവുന്നത്. മലയാള മാസം വരുമ്പോൾ തുലാം മാസം 28, 29, 30 ഈ രഥോത്സവം നടത്തുന്നത്. ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ്. ആക്ച്വലി ഈ രഥോത്സവം തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ വേദപാരായണവും സാംസ്കാരിക പരിപാടികളും ഒക്കെ ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നു. ഈ ക്ഷേത്രത്തിന്, അതായത് മെയിൻ ക്ഷേത്രത്തിന് ഏകദേശം 700 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ വരുന്നത് അവസാന 3 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ
ഭഗവത് പ്രതിഷ്ഠയോട് കൂടി അലങ്കരിച്ച രഥങ്ങൾ ഭക്തർ വന്ന് അമ്പലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു രഥോത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീക്കെൻഡിൽ ഞായറാഴ്ചയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു രഥോത്സവമാണ് ഈ വർഷത്തത്. ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്പലം പണിതത് എന്ന് പറഞ്ഞതുപോലെ തന്നെ രഥോത്സവത്തിനും ഏകദേശം 700 വർഷത്തെ ചരിത്രമുണ്ട്. 700 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി അമ്മാൾ എന്ന ബ്രാഹ്മണ വിധവയ്ക്ക് ഹിന്ദു മതസ്ഥരുടെ ആത്മീയ കേന്ദ്രമായ കാശി സന്ദർശിക്കാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു. അവിടെ നിന്ന് ലക്ഷ്മി അമ്മാൾ ശിവന്റെ പ്രതീകമായ ഒരു ശിവലിംഗം കൊണ്ടുവരികയും നിളാ നദിയുടെ തീരത്ത് അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ശിവലിംഗം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ മഹാരാജാവിന് ലക്ഷ്മി അമ്മാൾ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. അതിനുശേഷം രാജാവ് ഒരു മനോഹരമായ ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിലാണ് ഇപ്പം ഈ ഒരു രഥോത്സവം നടക്കുന്നത്. ഈ രഥോത്സവത്തിലെ പ്രതിഷ്ഠയായ ശിവനെയും പാർവതിയെയും അവരുടെ മക്കളായ ഗണപതിയും മുരുകനും ആ ഒരു ഉത്സവ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് വിശ്വാസം. ഇനി നമുക്ക് രഥോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ചടങ്ങുകൾ കാണാം. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തിരക്കും ഭയങ്കര വെയിലുമാണ്. ഈ രഥോത്സവത്തിന്റെ 10ാം ദിവസമായിട്ടുള്ള ഇന്ന് വൈകുന്നേരം രഥം വലിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് ഈ ഉത്സവം അവസാനിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ വന്നതിൽ 2 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് അവരെയും കൂടെ കൂട്ടി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് നോക്കി, പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരെ ഇപ്പം നിൽക്കുന്നില്ല. ഇനി അടുത്ത രഥോത്സവത്തിന് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ രഥോത്സവത്തിന് പോയിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.